നിർമ്മാതാക്കളെ അവഗണിച്ച് സിനിമകൾ നിർമ്മിക്കുന്ന താരങ്ങളുടെ സിനിമകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് ഫിലിം അസോസിയേഷൻ ഭാരവാഹികൾ താരങ്ങളും സാങ്കേതിക തൊഴിലാളികളും വൻ പ്രതിഫലമാണ് കൈപ്പറ്റുന്നത്. മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ സിനിമാ സമരത്തിന് തുടക്കം കുറിക്കുമെന്നും അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ഷൂട്ടിംഗ്, സിനിമാ പ്രദർശനങ്ങൾ ഉൾപ്പെടെ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നിർത്തിവെക്കുമെന്നും സംയുക്ത യോഗത്തിലൂടെ തീരുമാനമായി. ജിഎസ്ടിക്കൊപ്പം സംസ്ഥാന സർക്കാർ വിനോദ നികുതി പിൻവലിക്കുകയും താരങ്ങളുടെ ഭീമമായ പ്രതിഫലം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് അസോസിയേഷന്റെ പ്രധാന ആവശ്യങ്ങൾ. 50 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട സിനിമകളൊക്കെ 180 ദിവസത്തേക്ക് നീളുന്നു. തിയേറ്ററുകളിൽ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ 10% പോലും സിനിമകൾക്ക് ലഭിക്കുന്നില്ല. നിർമ്മാതാവിന് 100 കോടി കിട്ടിയ ഒറ്റ ചിത്രം പോലും മലയാള സിനിമാ വ്യവസായത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സമരം നടത്താനുള്ള തീരുമാനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സുരേഷ് കുമാറാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ജനുവരിയിൽ മലയാള സിനിമയുടെ തിയേറ്റർ നഷ്ടം 101 കോടി രൂപയായിരുന്നു. പുറത്തിറങ്ങിയ 28 സിനിമകളിൽ രേഖാചിത്രത്തിന് മാത്രമാണ് മുതൽ മുടക്കിയത് തിരിച്ചു പിടിക്കാനായത്. നിർമ്മാണ ചെലവിന്റെ 60%-ത്തോളമാണ് താരങ്ങൾക്ക് നൽകേണ്ടി വരുന്നത്. സർക്കാരിനോട് നിരന്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും പരിഹാരമില്ലെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത്. സാങ്കേതിക തൊഴിലാളികളിൽ 60% പേരും പട്ടിണിയിലാണ് കഴിയുന്നത്. സർക്കാർ ഒരു സഹായവും ഇവർക്ക് വേണ്ടി ചെയ്യുന്നില്ല. OTT ബിസിനസ് ഒന്നും ആർക്കും ഇപ്പോൾ വേണ്ട. സിനിമ നല്ലതാണ്, അത്യാവശ്യം ഹിറ്റടിച്ചാൽ OTT ഒരു നിശ്ചിത തുക നിങ്ങളോട് പറയും. 6 മാസത്തിനോ 10 മാസത്തിനോ ശേഷമായിരിക്കും അത് സ്വീകരിക്കുക. ജൂൺ 1 മുതൽ സിനിമ മുഴുവനായും നിർത്തലാക്കാനുള്ള സംയുക്ത തീരുമാനമാണിത്. ചലച്ചിത്ര നിർമ്മാണവും പ്രദർശനവുമില്ല. പുതിയ താരങ്ങളും സംവിധായകരും കോടികൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തേണ്ടി വന്നതെന്നും നിർമ്മാതാക്കൾ പറയുന്നു. 30% നികുതി അടച്ച് ഏതെങ്കിലും വ്യവസായത്തിന് മുന്നോട്ടു പോകാൻ കഴിയുമോ എന്നാണ് നിർമ്മാതാക്കൾ ചോദിക്കുന്നത്. അഭിനേതാക്കൾ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിർത്തേണ്ടി വരുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻപും സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയെ അറിയിച്ചിരുന്നു. പിന്നീട് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല. കോവിഡ് വ്യാപനം മൂലമുണ്ടായ ചലച്ചിത്ര വ്യവസായത്തിലെ അരക്ഷിതാവസ്ഥയിൽ നിന്നും മലയാള സിനിമ മാറുമെന്ന് കരുതിയ നേരത്താണ് ഇതാ വീണ്ടും കേരളത്തിൽ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 30 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ടൊവിനോ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് 3.50 കോടി നേടിയെന്നും 17 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച മമ്മൂട്ടി ചിത്രം 4.50 കോടി നേടിയെന്നും ഉൾപ്പെടെയുള്ള ജനുവരിയിലെ തിയേറ്റർ ഷെയർ ലിസ്റ്റ് നിർമ്മാതാക്കൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല കണക്കുകളും പുറത്തുവിടുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. സാങ്കേതിക തൊഴിലാളി സംഘടനയായ ഫെഫ്ക, തിയേറ്റർ ഉടമകളുടെ സംഘടനയായ FIOC, വിതരണക്കാരുടെ സംഘടന എന്നിവയുടെ പ്രതിനിധികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ നടന്ന യോഗത്തിൽ പങ്കുചേർന്നു. മുൻപും ഫിലിം ചേംബറുമായി ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതായും അവരുടെ പിന്തുണ നേടിയതായും നിർമ്മാതാക്കൾ പറയുകയുണ്ടായി. ജനുവരിയിൽ റിലീസ് ചെയ്ത 4 സീസൺസ് എന്ന സിനിമയാണ് മലയാളത്തിൽ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ചിത്രത്തിന്റെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. 2.5 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ആകെ ലഭിച്ചത് വെറും 10,000 രൂപയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെയാണ് ഈ വിവരവും പുറത്തുവിട്ടത്. ജനുവരിയിൽ റിലീസ് ചെയ്ത 28 സിനിമകളുടെ ബജറ്റും ഇവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നേടിയ ഷെയറുമാണ് അസോസിയേഷൻ പരസ്യമാക്കിയിരിക്കുന്നത്.